ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ കൂട്ടുകാർ അള്ളാഹുവിന്റെ മാലാകന്മാരായ മലക്കുകളായിരിക്കും. അതാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. അപ്പോൾ ആദ്യമായി നാം ചെയ്യേണ്ടത് അതാണ്. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഇപ്പം വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പം നമുക്കുണ്ടോ ഈ വിശ്വാസമല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറന്നു വീണത്, അല്ലേ? പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കൻ്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാൽ ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ഉണ്ട്. ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എൻ്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീഡുണ്ടായതും ഇവ ഉണ്ടായതിൻ്റെ ശേഷം, ആ ദജ്ജാലുണ്ടല്ലോ ഓ ഉണ്ടായതിൻ്റെ ശേഷം ഉള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായി. പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. മുജാഹിദാന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ഉള്ളിലുണ്ട്. ചിലവർ പറയുന്നുണ്ട്, ചില ഭാര്യമാർ ഇത്തരം ആളുകളോട് പറയും, ഞാനിവിടെ വന്ന് കയറിയതിൻ്റെ ശേഷമല്ലേ നിങ്ങളുടെ ഖൈറുണ്ടായത്. അപ്പം നിങ്ങൾ തല കുലുക്കിയിട്ട് അതൊക്കെ ശരിയാണ്, എൻ്റെ ഖൈർ തന്നെയാണ് പറയാത്ത ആളുകൾ ആരാള്? അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പടച്ച തമ്പുരാൻ ഒരാൾ നമ്മുടെ കൈവശം വരുമ്പോൾ അവർക്കുമുള്ള ചെലവ് നമ്മുടെ കയ്യിൽ നൽകും. അത് പടച്ച തമ്പുരാന്റെ നിയമമാണ്. എന്നല്ലാതെ ഒരാൾ കയറിയാൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ പോയി. അതുകൊണ്ട് ആ ഗുണ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നോടത്താണ് ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ചിലര് ഇയാൾ നമ്മളെ പുരലേക്കൊന്ന് കയറിയാൽ ബഹസായിപ്പോയി, വെളിച്ചായിപ്പോയി മുഴുവൻ. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മൗലിദ് കിതാബിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി ഒരു വിളക്കാണ്. അങ്ങനെ മുഹമ്മദ് നബിയെ ഒരു വിളക്കാണ്. ആ മുഹമ്മദ് നബി ഒരു വിളക്കായതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ എന്ത് വേണ്ട, വെളിച്ചം വേണ്ട. മുഹമ്മദ് നബി എന്റെ വിളക്കാണ്. അപ്പൊ ആയിഷാ ബീവിന്റെ എന്തെങ്കിലും വീണു പോയാൽ റസൂൽ എന്നും കിടക്കി നോക്കട്ടെ, ഞാൻ തരട്ടെ, വെളിച്ചം കിടക്കി, ടോർച്ചാണല്ലോ നബി. അങ്ങനെ വിളക്കിന്റെ ആവശ്യമില്ല. മുഹമ്മദ് നബി വിളക്കാണ്. താങ്കൾ താമസിക്കുന്ന വീട് പ്രകാശത്തിന്റെ വിളക്കാണ്. അതുകൊണ്ട് ഇവിടെ സൂര്യന്റെ ആവശ്യമില്ല. അപ്പൊ എന്താ ആ വിശ്വാസത്തിന്റെ പേരാ ശിർക്ക്. അത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. നേരെ മറിച്ച് ഇവിടുത്തെ ആ മുസ്ലിങ്ങളെ നമ്മൾ എന്ത് പറയണം? അവരും അംഗീകരിക്കേണ്ട കാര്യമാണ് തൗഹീദ്. അല്ലാണ്ട് മുസ്ലിങ്ങളുടെല്ല, മുജാഹിദുകളുടെതല്ല. ഈ ഭൂമിയിൽ ഈ സുഖ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും പടച്ച തമ്പുരാന്റെ വിനയാന്വിതരായ അങ്ങേയറ്റം പ്രാർത്ഥനകളും കീർത്തനകളും വഴിപാടുകളും നേർച്ചകളും എല്ലാം പടച്ച തമ്പുരാൻ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. മാലോകരെ, ഖുർആന്റെ വിളി അതാണ്. യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും. നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അവനാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി വളർത്തിയത്. റബ്ബ എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി വളർത്തിയെന്നാണ്. നിങ്ങൾക്ക് പല്ല് വേണ്ട ആവശ്യമുള്ളപ്പോൾ മാത്രമേ റബ്ബ് നിങ്ങൾക്ക് പല്ല് നൽകിയുള്ളൂ. താടി മുളക്കേണ്ട സമയം വന്നപ്പോഴേ താടി നിങ്ങൾക്ക് നൽകിയുള്ളൂ. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, പെറ്റ് വീണം തന്നെ താടി മീശയിട്ട് അറിഞ്ഞെങ്കിലോ? അതൊക്കെ പടച്ച തമ്പുരാൻ ഘട്ടം ഘട്ടമായി വളർത്തി, ഘട്ടം ഘട്ടമായിട്ട് തളർത്തുകയും ചെയ്ത്. മനസ്സിലായില്ല? പാപ്പക്കും മോനക്കും ഒരേ ആരോഗ്യമായ പ്രശ്നമാണ്, അതുകൊണ്ട് തളർത്തി. അപ്പൊ ഘട്ടം ഘട്ടമായി വളർത്തിയ പടച്ച തമ്പുരാൻ മുസ്ലിങ്ങളെ നിങ്ങൾ ഇന്ന് ആരാധിക്കണം എന്നല്ല, ലോകമേ, അതാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ലോകമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം.
അവിടെ ബൗദ്ധനെന്നോ ജൈനനെന്നോ സിഖനെന്നോ ക്രൈസ്തവനെന്നോ ജൂതനെന്നോ മതം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ല. അല്ലയോ മനുഷ്യരെ, ഈ ഭൂമുഖത്തെ സുഖവും സൗകര്യവും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരെ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. അവിടുന്നാണ് തുടങ്ങേണ്ടത്. അവിടുന്ന് അത് ശരിയായി കഴിഞ്ഞാൽ കേൾക്കണോ, ഏത് കാട്ടുപോക്കിനും നന്നാവും, ഏത് മനുഷ്യനും നന്നാവും. ഇതിപ്പോ നമുക്ക് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ മുജാഹിദാ എന്ന് നിങ്ങൾ പറയുന്നു. മുജാഹിദ് എന്ന് ഒരാൾ നമ്മൾ പറഞ്ഞാൽ ഫളലല്ലാഹുൽ മുജാഹിദീൻ, അള്ളാഹു ശ്രേഷ്ഠവാന്മാരാക്കിയിരിക്കുന്നു മുജാഹിദുകളെ. ഖുർആനിൽ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മുജാഹിദുകളെ ശ്രേഷ്ഠവാന്മാരാക്കിയിട്ടുണ്ട്. ആ മുജാഹിദ് നമ്മളാവണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടികളെ കെട്ടിക്കാൻ കഴിയില്ല, ചിലപ്പോൾ രോഗം ഉണ്ടാവും, ചിലർ എന്താ പറയുക അറിയോ, ഞാനിപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ കൂടി എന്താ അറിയോ, രണ്ടൂന്ന് കുട്ടികളുണ്ട്, അതൊന്ന് കഴിച്ചായി കിട്ടാനാ. വേറെ ചിലർ പുര പൊളിഞ്ഞിക്കാനായിരിക്കും, അതുകൊണ്ടാ. അപ്പൊ ചിലർ പുര പൊളിഞ്ഞിക്കാനായിരിക്കും നമ്മൾ തരാം, നമ്മളെ കൂട്ടി കൂടിയോ. അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതിലൊക്കെ കൂടി നിൽക്കുന്നു. അങ്ങനെയുള്ള ആളുകളോട് നബി പറഞ്ഞത് ലാ തകൂനു ഇമ്മാതൻ, നിങ്ങൾ കൂടെ കൂടികളാവരുത്. നിങ്ങൾ കൂടെ കൂടികളല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കൂടേണ്ടവരല്ല. വീട് കിട്ടിയാൽ അവരുടെ കൂടെ, മരുന്ന് കിട്ടിയാൽ ഇവരുടെ കൂടെ, ഭക്ഷണം കിട്ടിയാൽ അവരുടെ കൂടെ. ചിലര് എൻ്റെ മോൻക്ക് വിസ അയച്ചെന്ന് മൂപ്പരാണ്, അതുകൊണ്ട് ഞാൻ മൂപ്പര കൂടെ. ഈ ഭൂമിയിലെ ഈ സുഖമൊക്കെ തന്ന പടച്ച തമ്പുരാന്റെ കൂടെ നിൽക്കാതെ 6 മാസത്തേക്ക് വിസക്ക് വിസിറ്റിംഗ് വിസ അയച്ചു കൊടുത്തോന്റെ കൂടെ ഞാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ പേര് മുജാഹിദെന്നോ അതോ മുൻജാഹിലെന്നോ? ഞാൻ പറഞ്ഞു മുൻജാഹിലാന്ന, പഴയ ജാഹില്. എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ മുകളിൽ തൃപ്തി അടയുന്ന മനുഷ്യന്റെ പേര് മനുഷ്യനല്ല, മനനം ചെയ്യാൻ കഴിയുന്നവനല്ലേ മനുഷ്യൻ. അതുകൊണ്ട് അവിടുന്ന് തുടങ്ങുക നന്നാവാൻ. നമുക്ക് അങ്ങനെ നന്നാക്കിയ ഒരാളെ പരിചയപ്പെട്ടൂടെ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പ്രബോധനം ചെയ്തപ്പോൾ നഖവും പല്ലും ഉപയോഗിച്ച് രണ്ടറ്റവും മൂർച്ചയേറിയ വാളുമായി പ്രവാചകന്റെ കൂടെ കൂടിയ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ ജീവിതം സമൂലമായി മാറ്റം വന്നു. അല്ലേ? മദ്യപിച്ചു. ഒരു തുണിയുടെ ഒരു നൂലഴയില്ലാതെ നഗ്നകളായ സ്ത്രീകളോടൊപ്പം നൃത്തം ചവിട്ടിയ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് വിളിപ്പിച്ചിട്ടാ പോയത്. അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെടട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തങ്കനിധി നാവുകൾ കൊണ്ട് പറഞ്ഞു, ഉമറും ഫിൽ ജന്നാൻ, ഉമർ സ്വർഗത്തിലാണ്. ആ ഉമറിനെയാണ് നമുക്കിവിടെ ആവശ്യം. അതുണ്ടാവണമെങ്കിൽ നീതിബോധമുള്ള അങ്ങേയറ്റം പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന ആളുകളായി മാറണം. ഒരിക്കലും ഒരു അഹ്റാബി വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഉമറേ, നീ സ്വർഗം വിളയുന്ന ആ സ്വർഗത്തിന്റെ അധിപനാണ്. അഷ്റഫുൽ ഖൽഖ് അങ്ങേക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ഉന്നതനായ നേതാവാണ് അങ്ങ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങൾ ഉണർത്താനുണ്ട്. എന്റെ ഭാര്യയും മക്കളും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അങ്ങയുടെ വീടിന്റെ പിറകുവശം നിൽക്കുകയാണ്. എന്തെങ്കിലും അവർ കൊടുക്കാൻ നൽകണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിലില്ല, ഇട്ടിരിക്കുന്ന ഈ ജുബ്ബയല്ലാതെ മറ്റൊന്നുമില്ല. അഹ്റാബി മറുപടി പറഞ്ഞു, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അത് കൊടുക്കുന്ന ദിവസം ഉമർ അള്ളാഹിനോട് പറഞ്ഞാ മതി, ഇല്ലാഞ്ഞിട്ട് തരാതിരുന്നതാണെന്ന്. എനിക്ക് ആ മറുപടി കേൾക്കണ്ട. ജുബ്ബ വലിച്ചൂരി കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയിട്ട് പറഞ്ഞു, നിന്റെ കുട്ടികൾക്ക് മുന്നും പിന്നും മറക്കാൻ ഇത് നൽകൂ. നിന്റെ പാട്ട് കേട്ടിട്ടല്ല, നീ പറഞ്ഞല്ലോ പടച്ചോന്റെ കോടതിയിൽ ഉത്തരം പറയണം, അതിനെ ഭയപ്പെട്ടെന്നോട് തന്നതാ. ആ ഉമർ ആരാര്യങ്ങള് നടന്നു പോകുമ്പോ ഒരൊട്ടകത്തെ കണ്ടാൽ അതിന് മൂർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ തന്റെ വാളുകൾ കൊണ്ട് കഴുത്ത് വെട്ടി നുറുക്കിയിരുന്നു. ആ മനുഷ്യനാണ് ഇപ്പോൾ ചെറിയ പൈതലിനെ പോലെ ആയി തീർന്നത്. എവിടെ വന്നു മാറ്റം? സൃഷ്ടികർത്താവായ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം പറയണമെന്നുള്ള ചിന്ത എവിടം വരെ മാറ്റിയെന്നറിയാമോ? ഏറ്റവും സുഖലോലുപനായി ജീവിച്ച ഉമർ ഖലീഫയായപ്പോൾ
തീ തുപ്പുന്ന മരുഭൂമിയിൽ മുച്ചാൻ വടി തലക്ക് വെച്ച് കിടക്കുകയും നെറ്റിത്തടത്തിൽ നിന്ന്